ലേണേഴ്സ് എഴുതിയവരുടെ ഏറ്റവും മെയിൻ ഇഷ്യൂ അതായത് ക്യാപിറ്റ ടൈപ്പിംഗ് ഇഷ്യൂ. അപ്പോൾ ക്യാപിറ്റ ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ ക്യാപിറ്റ വന്നേക്കുന്ന ക്യാപിറ്റ ടൈപ്പ്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ക്യാപിറ്റ ഒരിക്കലും ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കീം എക്സാം എക്സാം എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എക്സാം ഒന്നും എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയാണ് MT ക്യാപിറ്റ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതിനെ പറയാം. ആ ആപ്പല്ല, അത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിശ്വസിക്കുന്നു. ഈ വെബ്സൈറ്റിൽ കയറി ടൈപ്പ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഈ കഴിഞ്ഞ ലേണേഴ്സ് സെഷന് കുറേ പേര് ഫെയിലാവാൻ കാരണം അവർ പറഞ്ഞത് വെച്ചാൽ ക്യാപിറ്റ ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. ക്യാപിറ്റ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു കോഡ്, ഒരു ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ 2 ലെറ്റർ, സ്മോൾ ലെറ്റർ 2 ലെറ്റർ, അത് കഴിഞ്ഞൊരു നമ്പർ, അതൊക്കെ ആയിരിക്കും അവർ തരുന്നത് നമുക്ക് ബേസിക്കലി. ഇത് നമ്മളിന്ന് കറക്റ്റ് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ അടിക്കണം. ടൈമാണ് ഇമ്പോർട്ടൻ്റ് അവിടെ. അപ്പം അവിടെ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പം നിങ്ങളിപ്പോൾ കീം എക്സാം എക്സാം കമ്പ്യൂട്ടർ അറ്റൻഡ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹാർഡായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് ടൈപ്പിംഗ് ആ ഒരു സ്പീഡാണ് നമുക്ക് വേണ്ടത്. അപ്പം ലേണേഴ്സ് പഠിച്ചാൽ മാത്രം പോലെ നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് ഒന്ന് ഇടപഴകിയിട്ട് വേണം നിങ്ങളൊരു എക്സാമിന് വേണ്ടി പോകുന്നത്. അത് എക്സാമിൻ്റെ ഏറ്റവും ഒരു ഫാൾട്ടും കൂടാണ്. കാരണം കമ്പ്യൂട്ടർ യൂസ് അറിയാത്ത എത്ര പേരുണ്ട്. ഇപ്പം 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാണെങ്കിൽ കീം എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എത്ര പേരുണ്ട്? എത്ര പേര് ഈ എക്സാം ഒന്നും എഴുതാത്ത ആൾക്കാരുണ്ട്? പെൻ ആൻഡ് പേപ്പർ മാത്രം എക്സാം എഴുതിയ ആൾക്കാർ എത്ര പേരുണ്ട്? അപ്പോൾ അവർക്ക് എങ്ങനെ ക്യാപിറ്റ അടിക്കും? അവർക്ക് എങ്ങനെ ഓൺലൈൻ എക്സാമിനെ കുറിച്ച് അറിയാൻ പറ്റും? ഞാൻ ഉള്ള സമയം എൻ്റെ അവിടെ കുറച്ച് പേരെ വന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം ആൾക്കാരുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞു തരാൻ പറ്റാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ആൾക്കാരുള്ളൊരു സ്ഥലത്ത് ഒരു സെൻറ്ററിൽ ഒരുപാട് പേര് എക്സാം എഴുതാനുണ്ടെങ്കിൽ എല്ലായിടത്തും ആൾക്ക് ഓടിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാത്ത കണ്ടീഷൻ വരുവാണെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ലെവൽ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ലെവൽ അത്യാവശ്യം എളുപ്പമുള്ള ലെവലാണ്. ക്വസ്റ്റ്യൻസ് ലെവലിന് പ്രശ്നമില്ല. ആകെ ഒരു പ്രശ്നമില്ല, ക്യാപിറ്റയുടെ ഇഷ്യൂ ഉള്ളൂ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം അവിടെ ചെന്ന് യൂസ് ചെയ്യാതെ ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത ആൾക്കാണെങ്കിൽ എളുപ്പമായിരിക്കും. എനിക്ക് ബേസിക്കലി കീം എക്സാം എഴുതിയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്യാത്ത ആൾക്ക് എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഒരു കമ്പ്യൂട്ടറുമായിട്ടൊന്ന് വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.